നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത്. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് പുറപ്പെട്ടു. പേടകം രാവിലെ 10:30 ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു. നാളെ പുലർച്ചെ 3:27 ഇരുവരും ഭൂമിയിലെത്തും. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടി തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. മുരിക്കിങ്ങൽ സ്വദേശി കേളമ്പടിക്കൽ ഹനീഫിന്റെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. മാളയിൽ ഇന്നലെയുണ്ടായ കനത്ത കാറ്റിൽ ടൗണിലെ സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ വീണു. മാള പള്ളിപ്പുറം മേഖലയിൽ മരങ്ങൾ വീണ് വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു. ഇന്നലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 3 വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമായ ഇന്ന് ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. നാളെ നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ലക്കിടിയിലുണ്ടായ വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലാമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ചിറ്റണ്ട വരവൂർ പാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മറിഞ്ഞ പിക്കപ്പ് വാനിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും. കോട്ടപ്പുറം ചന്തയിലെ യൂണിയൻ ഓഫീസിന് പരിസരത്തുള്ള 2 വ്യാപാര സ്ഥാപനങ്ങളാണ് കുത്തി തുറന്നത്. കടങ്ങോട് മൂക്കിലപ്പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു JCBയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ JS അശ്വനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി സർവോദയ ഗാന്ധിമാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ശതാബ്ദി സംഗമം സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ശതാബ്ദി സംഗമം ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, ഇല്ലിക്കാട് പുളിന്തറ വീട്ടിൽ വിപിൻ, കാട്ടൂർ വേവത്തോട് വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി വടക്കാഞ്ചേരിയിൽ പുതിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചെയർമാൻ K അജിത് കുമാർ പാലിയേറ്റീവ് രോഗിക്ക് കട്ടിൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ആളൂരിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി അങ്ങാടികളിൽ ശുചീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഫിറ്റ്നസ് റണ്ണും നടത്തി. തളി ANMM UP സ്കൂളിൽ നടന്ന പരിപാടി വരവൂർ പഞ്ചായത്ത് അംഗം TM ബിവാത്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് അനുവദിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ പള്ളിക്കുളത്തിൽ നിക്ഷേപിച്ചു. വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ AK സിദ്ദിഖ്, പ്രൊഫസർ KA അബ്ദുൾ വഹാബ് അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി അരിമ്പൂർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് CG സിജീഷ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ CR ദാസ് രചിച്ച വിയറ്റ്നാം വസന്തം എന്ന നോവലിന്റെ പ്രകാശനം നടന്നു. ചേറൂർ സാഹിതിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ,
വി മുരളിക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മഹാത്മാ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ മാള മഹല്ലിൽ സമൂഹ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മഹല്ല് സെക്രട്ടറി എ അബ്ദുൽ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റണി അമ്മൂത്തൻ കൊടിയേറ്റം നിർവഹിച്ചു. പഴയന്നൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ നാഗത്തറ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ വിശ്വ ഹിന്ദു പരിഷത്ത് വിഭാഗ് പ്രചാർ പ്രമുഖ് KU ഷാജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ഗണ്ട് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി. ഭവന നിർമ്മാണത്തിനും കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും ഊന്നൽ നൽകി വെങ്കിടങ്ങ് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 26.88 കോടി രൂപ വരവും 26.36 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അവതരിപ്പിച്ചത്. കോട്ടപ്പുറം കിഡ്സിന് കീഴിലുള്ള മഹിമ മയൂര ഫെഡറേഷനുകളുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോട് മേഖല അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. INTUC കുന്നംകുളം റീജിയണൽ നേതൃത്വ കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വാഴകൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൗമാര പ്രണയത്തിലെ ചതിക്കുഴികൾ പ്രമേയമാക്കി MASM വെൺമേനാടിന്റെ സൗഹൃദ കോർഡിനേറ്റർ ജോഫി, സുഹൃത്ത് മിൽട്ടൺ ചാവക്കാട്, വിദ്യാഭ്യാസ ജില്ലാ സൗഹൃദ ക്ലബ്ബ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച വീഡിയോ സോങ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. CG&SC ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു പ്രകാശനം നിർവഹിച്ചു. കൊരട്ടി ചിറങ്ങരയിൽ പുലിവീതി തുടരുന്നു. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കൊരട്ടിയിൽ വ്യാപക കൃഷിനാശം. കിൻഫ്രയ്ക്ക് സമീപം കുരിശ്ശേരി ജോൺസന്റെ 400ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ആലപ്പാട് അജ്ഞാത ജീവി കൂടിന്റെ അഴികൾ തകർത്ത് കോഴികളെ കൊന്നു. സാഫല്യം റോഡിൽ മഞ്ഞിയിൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 2 മാസത്തോളം വളർച്ചയെത്തിയ 20ഓളം കോഴികളെയാണ് കൊന്നത്. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. നന്ദിക്കര തൈവളപ്പിൽ മഹേഷാണ് അറസ്റ്റിലായത്. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ് മോഹന വാഗ്ദാനങ്ങൾ കുത്തിനിറച്ചതാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. തീർത്തും നിരാശാജനകവും പ്രതീക്ഷയറ്റതുമായ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചതെന്ന് UDF. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. BJP മുൻ ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. അർണോസ് പാതിരി അക്കാദമിയുടെയും അർണോസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325ാം ശതാബ്ദിയും 293ാം ചരമവാർഷികവും ഈ മാസം 20, 21, 23 തീയതികളിൽ നടക്കും. ഞായറാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഈ വർഷത്തെ മികച്ച അംഗനവാടി വർക്കേഴ്സിനുള്ള അവാർഡ് നേടിയ എടത്തിരുത്തി പഞ്ചായത്തിലെ കണ്ണമ്പുള്ളിപ്പുറം അക്ഷര അംഗൻവാടിയിലെ ഷിജി, മികച്ച ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ 8ാം വാർഡിലെ ഐശ്വര്യ അംഗൻവാടിയിലെ പ്രീതി എന്നിവരെ ആദരിച്ചു. അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ സമ്മേളനവും ഇഫ്താർ സംഗമവും നടത്തി. കയ്പമംഗലത്ത് നടന്ന ചടങ്ങിൽ MKCA ജില്ലാ പ്രസിഡന്റ് ഷമീർ ചേലക്കര ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ റോട്ടറി ക്ലബ്ബ് റോട്ടറി ഇന്റർനാഷണൽ ഗ്ലോബൽ ഗ്രാൻഡിന്റെ സഹായത്തോടെ 500 പേർക്ക് സൗജന്യ കൃത്രിമകാൽ വിതരണ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. റോട്ടറി ഡിസ്ട്രിക്ട് 5 മേഖലകളിലായി നടത്തുന്ന ക്യാമ്പിന്റെ ആദ്യ ക്യാമ്പ് ഏപ്രിൽ 9, 10 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. ഹിന്ദു ഐക്യവേദി പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLA പൂവത്തൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പെരിങ്ങോട് പുഴ റിസർവ് വന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുക, പുഴയെ പുഴയായി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വർദ്ധിച്ച തൊഴിൽക്കരം, ഉയർന്ന ലൈസൻസ് ഫീ എന്നിവ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി വേലൂർ യൂണിറ്റ് വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. വ്യാപാരി വ്യവസായ സമിതി വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് PG ശർമ്മ, യൂണിറ്റ് സെക്രട്ടറി TD ഉദയൻ, യൂണിറ്റ് ട്രഷറർ ജോൺസൺ തുടങ്ങിയവർ നിവേദനം നൽകിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്കൃത പണ്ഡിതൻ വൈദ്യലിംഗ ശർമ്മ അന്തരിച്ചു. 99 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.